ഈ കോളേജ് മാനേജ്മെൻറ്റിനെതിരെയാണ് ഇപ്പോൾ ആ കുടുംബം രംഗത്തെത്തിയത്. അവർക്കുറപ്പാണ് അവരുടെ മകൻ, അവരുടെ സഹോദരൻ അങ്ങനൊരു ജീവനൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കില്ല എന്നുള്ളത്. എന്താണ് ഇവർ പ്രധാനമായും പറയുന്നത്? ഈ മാനേജ്മെൻറ്റ് ഏത് തരത്തിൽ, ഈ ഒരു അധ്യാപകൻ സന്ദീപ് പാണ്ഡെ, അദ്ദേഹം പലപ്പോഴായി മാനസികമായിട്ടുള്ള പീഡനം അവനെ പീഡിപ്പിച്ചിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നത്? എൽദോ, ഈ ഒരു വിഷയത്തിൽ സന്ദീപ് പാണ്ഡെ എന്ന ഒരു അധ്യാപകന് നേരെയാണ് ഇപ്പോൾ കുടുംബവും ഒപ്പം ഒരുമിച്ച് പഠിച്ചിരുന്നവരും ഇതിനു മുൻപ് അവിടെ നിന്നും ഡ്രോപ്പ് ഔട്ട് ചെയ്തു പോയവരടക്കമുള്ളവർ വലിയ രീതിയിലുള്ള വിമർശനം, ആരോപണം ഉയർത്തുന്നത്. കാരണം ഈ അധ്യാപകൻ ഇതിനു മുൻപ് വിദ്യാർത്ഥികളെ ഉപദ്രവിച്ചിരുന്നു. പലരും ഈ ഒരു അധ്യാപകന്റെ പീഡനം സഹിക്കാൻ വയ്യാതെ അവിടെ നിന്നും കോഴ്സ് നിർത്തി പോകുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ സഹപാഠികളും ഒപ്പം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്തിനാലും കുടുംബം പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ചില ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്നു എന്ന കാര്യം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാനേജ്മെന്റിന് നിർദ്ദേശം അല്ലെങ്കിൽ വിവരം നൽകണമെന്ന് ഈ ഒരു സന്ദീപ് പാണ്ഡെ നിരന്തരമായി ആദിത്യനെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഉപദ്രവിച്ചിരുന്നു. പക്ഷേ ആദിത്യന് അങ്ങനെ ഉപയോഗിക്കുന്ന ആളല്ല എന്നടക്കം മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിച്ചു എന്നടക്കം സഹപാഠികൾ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാർ, അതായത് ഈ അധ്യാപകൻ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന വിവരം മാനേജ്മെന്റിനെ അറിയിക്കണം. അതൊരു തെറ്റായ വിവരം എന്നടക്കമാണ് ഇപ്പോൾ കൂടെ പഠിച്ച വിദ്യാർത്ഥികളടക്കം പറയുന്നത്. അതിന് ആദിത്യ സമ്മതിച്ചില്ല. അത് കാരണമാണ് നിരന്തരമായി, അതായത് ക്ലാസ് നടക്കുന്നതിനിടയിലും അല്ലാത്ത സമയത്തുമടക്കം ആദിത്യനെ ഹറാസ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. ഇത് ചെറിയ രീതിയിൽ കുടുംബത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. അത് പരിധി വിട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കാൻ ആദിത്യൻ തുനിഞ്ഞത്, അത്തരത്തിലൊരു കാര്യത്തിലേക്ക് എത്താൻ കാരണമായത് എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. ഈ ഒരു അധ്യാപകനെതിരെ കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണം വേണം. മാത്രമല്ല മാനേജ്മെന്റിനെതിരെയും ഈ ഒരു മരണത്തിന് കാരണക്കാരായിട്ടുള്ള മറ്റ് അധ്യാപകരും അടക്കമുണ്ട്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ അടക്കമുള്ള കാര്യമാണ് നടന്നത് എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. മാത്രമല്ല ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ നടന്ന വിഷയമടക്കം കുടുംബം ഉയർത്തി കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ നിന്നും, അതായത് കോളേജിൽ നിന്ന് അറിയിച്ചത് ശാരീരിക ബുദ്ധിമുട്ട്, അതായത് വലിയ അസുഖം കൂടിയതിന് കാരണം, അതായത് ശാരീരിക ബുദ്ധിമുട്ട് കാരണം ആശുപത്രിയിൽ അഡ്മിറ്റാണ്, എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തണമെന്നായിരുന്നു ആദ്യം അറിയിച്ചത്. പെട്ടെന്ന് അവിടേക്ക് എത്തുകയും പോകുന്ന വഴിയാണ് ഈ മരണം സംഭവിച്ചെന്നടക്കം അറിയിക്കുന്നത്. പക്ഷേ അവിടെ എത്തി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴടക്കം കുടുംബത്തിന് നേരെ, അതായത് കുടുംബത്തിന് കൃത്യമായ ഒരു പരിഗണന ലഭിച്ചില്ല. മാത്രമല്ല കേസ് എടുക്കാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള പല അവഗണനയും പോലീസിന്റെ ഭാഗത്തു നിന്നും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അടക്കം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. ഈ ഒരു വിവരം പുറത്തു വന്നതിനൊപ്പം തന്നെ ഇതേ ക്ലാസ്സിൽ പഠിക്കുന്നവരും ഒപ്പം തന്നെ ഇതിനു മുൻപ് അവിടെ നിന്ന് കോഴ്സ് കഴിഞ്ഞ് പോയവരടക്കം സമാനമായ പല പീഡനങ്ങൾ നേരിടേണ്ടി വന്നതായിട്ടുള്ള പല തുറന്നു പറച്ചിലുകളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് കുടുംബവും അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നും ഇപ്പോൾ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എൽദോ, ശരി, എന്താണെങ്കിലും സത്യം പുറത്തു വരട്ടെ, വ്യക്തത വരട്ടെ കാര്യങ്ങളിൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.